ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയാണേ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ഉണക്ക ചെമ്മീൻ തേങ്ങാ ചമ്മന്തി. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടൊരു ചമ്മന്തിയാണ്. സാധാരണ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചേരുവകളൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഇതിൽ കാന്താരി മുളക് തന്നെ ചേർക്കണം, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. കാന്താരി മുളക് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് വേണം ചേർക്കാനായിട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഉണക്കച്ചെമ്മീൻ തേങ്ങച്ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കൈ നിറച്ച് 2 കൈ എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ തന്നെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഈ മൺചട്ടിയൊക്കെ പല പ്രാവശ്യം കറികൾ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് അതിൽ ചെറിയൊരു എണ്ണമയം കാണും, അത് മതിയാവും. എണ്ണമയം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇതെങ്ങനെയാ പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന വെച്ചാൽ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും കിരുകിരുന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും, അത് മതി. ഇത് അധികം ഫ്ലഷ് ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തലയും വാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് തേങ്ങയും കാന്താരി മുളകും ഉപ്പും പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷവും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. തലയും പിന്നെ വാല് ഇത്രയേ ഉള്ളൂ, ചെറുതാണ്, പക്ഷെ ഇത് രണ്ടും ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ചെമ്മീനിൻ്റെ എല്ലാം ഈ തലയും വാലും ഒന്ന് മാറ്റിയെടുക്കട്ടെ. തല ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കരുത്, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിലരങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കണേ. അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ചെമ്മീനും നമ്മുടെ കാന്താരി മുളകും പിന്നെ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഈ പച്ച കളറുള്ള ചെറിയ കാന്താരി മുളകില്ലേ, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. പക്ഷെ എനിക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ആ ഒരു വൈറ്റ് കളറുള്ള കാന്താരി മുളകാണ് കിട്ടിയത്. കുറച്ചുകൂടി നല്ല എരിവും ടേസ്റ്റും ആ ഒരു പച്ച ചെറിയ കാന്താരിക്കാണ്. അപ്പോൾ കാന്താരിമുളക് ഇല്ലെങ്കിൽ നല്ല എരിവുള്ള ഒരു പച്ചമുളകില്ലേ, അത് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. കുറച്ചുകൂടി സ്പൈസി ആണെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. എല്ലാം നന്നായിട്ട് അരഞ്ഞങ്ങനെ മയത്തിൽ അരഞ്ഞു പോകരുത്. ഒന്ന് 2-3 വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അപ്പോഴത്തേക്കും റെഡി ആയിട്ട് വരും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് വേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ എടുക്കുന്നില്ല, സ്പൂൺ ഒന്ന് മാറ്റുകയാണ്. കൈ വെച്ചിട്ട് തന്നെ, പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ കൈ വെച്ചിട്ട് അമ്മിയിലൊക്കെ അരച്ചിട്ട് ഉരുട്ടിയെടുക്കത്തില്ലേ, ആ ഒരു സ്റ്റൈലിൽ ഞാൻ അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള നാടൻ രുചിയിലുള്ളൊരു ചമ്മന്തിയാണ്. ഇങ്ങനെ കോട്ടയംകാരൊക്കെ ഇതേ രീതി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഒരുപാട് ചേരുവകളൊന്നുമില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.